ഹായ് ഹലോ നമസ്കാരം, ഞാൻ അനിൽ ചന്തുച്ചിറ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒന്നല്ല രണ്ടിന് ശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. അതിനുശേഷം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റായി നിങ്ങൾ രേഖപ്പെടുത്തും. ഹൈവേയിലുള്ള ഈ കടയിൽ നിന്ന് കൊക്കോ കോളയ്ക്ക് 12 രൂപ മേടിച്ചു. MRP 10 രൂപയേ ഉള്ളൂ. അതിൽ കൂടുതൽ മേടിക്കാൻ പാടില്ല. ചോദിച്ചപ്പോ കൂളിംഗ് ചാർജ് ആണെന്നാണ് പറഞ്ഞു മേടിക്കുന്നത്. ഇങ്ങനെ മേടിക്കുന്നത് ന്യായമാണോ? നമസ്കാരം. ന്യായമല്ല സെന്തിൽ ബ്രോ. ഒരു കാരണവശാലും നമുക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് MRP വില കൊടുത്താണ് വാങ്ങുന്നത്. ഈ MRP വിലയിൽ നിന്നും 1 രൂപയെങ്കിലും ആ ഷോപ്പിന്റെ ഉടമസ്ഥൻ നമ്മളിൽ നിന്ന് ഈടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഈ 1 രൂപയ്ക്ക് 1 ലക്ഷം രൂപ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നഷ്ടപരിഹാരമായിട്ട് ഈടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, ഇതുവരെ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരനും കട നടത്തി ലക്ഷപ്രഭുവൊന്നും ആയിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് സ്വന്തമായി കയ്യിലെ കാശ് കൊണ്ടൊന്നുമല്ല ഇവരാരും കടകൾ നടത്തും. സത്യത്തിൽ ഇവര് ഏതെങ്കിലും ഒരു ബ്ലേഡുകാരോട് ഒരു 5000 രൂപയോ 10000 രൂപയോ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ആ കടയിലേക്ക് വെക്കും. അപ്പം നല്ല ഭീമമായ കറണ്ട് ബില്ലൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കറണ്ട് ബില്ല് അടച്ച് ദിവസം തന്നെ നമ്മൾ പലിശയ്ക്ക് എടുത്ത് ആ പലിശക്കാരൻ ഒരു 6 മണി 7 മണിയാകുമ്പോൾ കടയിലെത്തിയിരിക്കും. അപ്പോൾ അന്ന് രാവിലെ തൊട്ട് വിറ്റതിൽ നല്ലൊരു ഭാഗം ആ പലിശക്കാരന് കൊടുക്കണം. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് അവൻ്റെ കുടുംബം, കുട്ടികളുടെ പഠിത്തം, ഇതെല്ലാം ഈ ചെറിയ ഒരു വരുമാനത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ലാഭങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നാട്ടിൻപുറത്തെ കച്ചവടങ്ങളല്ലേ, നമുക്കറിയാമല്ലോ എത്ര രൂപ ഒരു ദിവസത്തെ വരുമാനം ഉണ്ട്. സൈഡിലൊക്കെ ഉള്ള കുഞ്ഞു കടകളിലേക്ക് പോയിട്ട് നല്ല ചൂട് സമയത്ത് ചെന്ന് ചിലപ്പോൾ ഒരു നാരങ്ങ വെള്ളം തരാൻ പറയും. ചിലപ്പോൾ ആ ഒരു വെള്ളത്തിന് തണുപ്പിച്ചതിന് അവർ 1-2 രൂപ അധികം മേടിക്കും. ഈ 1-2 അധികം മേടിച്ചത് നമുക്കെല്ലാവർക്കും ഇപ്പം നിയമങ്ങൾ അറിയാവുന്നവരാണ്, അറിയാൻ വയ്യാത്തവരായ ആരുമില്ല. അതിനുവേണ്ടി വലിയ ലാഭമൊന്നും അവർക്കില്ല ബ്രോ. അപ്പം നമ്മൾ ഇതിനെല്ലാം കൺസ്യൂമർ സെൻ്ററിൽ പോയിട്ട് പരാതി കൊടുക്കാനും 1 രൂപയുടെ സാധനത്തിന് 1 ലക്ഷം രൂപ നമുക്ക് അവരിൽ നിന്ന് ഈടാക്കാന്നൊക്കെ വിചാരിക്കുന്നത് മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ. അവർ നമ്മളെ പറ്റിക്കുന്നതല്ല. അവർക്ക് ആ 1-2 രൂപയും കൂടെ അധികം കിട്ടിയാൽ അവർക്ക് ആ കറണ്ട് ബില്ലൊക്കെ കൊടുക്കണ്ടേ. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ സാധാരണക്കാരൻ. നമ്മുടെ തൊട്ടടുത്തൊരു കടയുണ്ട്, നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെങ്കിലും നമുക്ക് ആ കടയിൽ ചെന്നിട്ട് എന്ത് സാധനങ്ങൾ വേണേലും മേടിച്ചുകൊണ്ട് വരാം. ചിലപ്പോൾ നമ്മൾ മാസാവസാനമായിരിക്കും കൊടുക്കുന്നവരുള്ളത്, ചിലപ്പോൾ ശമ്പളം കിട്ടിയിട്ട് വൈകിട്ട് വന്നിട്ടായിരിക്കും കൊടുക്കുന്നവരുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ആ കടക്കാരൻ അന്ന് വൈകിട്ട് അവൻ ആ പലിശക്കാരന് കാശ് കൊടുത്തേ പറ്റും. അല്ല, അവൻ അതിലെ വലിയ ലാഭങ്ങളൊന്നും കണ്ടിട്ടൊന്നുമല്ല. ക്രൈമുകൾ നടക്കുന്നുണ്ട്, അതിനെതിരെയൊക്കെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. അല്ലാതെ 1 രൂപയുടെ വെള്ളത്തിന് 1 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി കൺസ്യൂമർ സെൻ്ററിൽ കേസ് കൊടുക്കാനൊന്നും അല്ല പറയേണ്ടത്. നമ്മളിനി വാങ്ങുന്ന ഭക്ഷണങ്ങൾ കേടായതാണെങ്കിലോ ഡേറ്റ് കഴിഞ്ഞാൽ അതൊക്കെ ഓക്കെ, അതൊക്കെ നിയമവിരുദ്ധമാണ്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അതിനെയൊക്കെ നമ്മൾ നമ്മുടെ സമൂഹം സോഷ്യൽ മീഡിയയുടെ കൈകളിലാണ്. നിയമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമങ്ങൾ അനുസരിച്ച്, ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് ഇന്ന് ഒരു വ്യക്തിക്കും നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല എന്നത് പരമമായ സത്യം തന്നെയാണ്. എല്ലാത്തിനും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഒക്കെ വേണ്ടതാണ്.